ഇറാൻ ഇന്റർനെറ്റ് തകർക്കുമോ? ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ ഇന്റർനെറ്റിന് ഭീഷണിയാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് അണ്ടർസീ കേബിളുകൾ? ഹോർമൂസിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഭീഷണിയിലാണോ? ഇറാൻ ഇന്റർനെറ്റ് തകർക്കാൻ സാധ്യതയുണ്ടോ? അഥവാ തകർന്നാൽ ഇന്റർനെറ്റ് ഇല്ലാത്ത ലോകം ആകുമോ? നമ്മൾ ഇന്ന് ഇന്റർനെറ്റിന്റെ ലോകത്താണ്. ഒരു നിമിഷം പോലും ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴോ വിദേശത്തുള്ള സുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്യുമ്പോഴോ ഇതെല്ലാം എങ്ങനെ സാധ്യമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മിക്കവരും വിചാരിക്കുന്നത് ഇതെല്ലാം സാറ്റലൈറ്റ് വഴിയാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. എന്താണ് അണ്ടർസീ കേബിളുകൾ? ലോകത്തിലെ 97% ഡാറ്റ കൈമാറ്റവും നടക്കുന്നത് സമുദ്രത്തിനടിയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയാണ്. ഇവയാണ് സബ്മറൈൻ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടുമായി ഏകദേശം 550ഓളം ആക്റ്റീവ് കേബിളുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇത് ഏകദേശം 12 ലക്ഷം കിലോമീറ്ററിലധികം ദൂരം ഈ കേബിളുകൾ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം. ഇന്ത്യയുൾപ്പെടെ രാജ്യങ്ങളെ സംബന്ധിച്ച് ഹോർമൂസ് കടലിടുക്ക് വളരെ നിർണായകമാണ്. ഗൾഫ് രാജ്യങ്ങളെയും ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കേബിളുകൾ ഈ ഭാഗത്തുകൂടിയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ആഗോള ഇന്റർനെറ്റ് ബന്ധത്തെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കേബിളുകൾ നേരിടുന്ന വെല്ലുവിളികൾ. കടലിനടിയിലായതുകൊണ്ട് തന്നെ ഈ കേബിളുകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കപ്പലുകളുടെ ഏങ്കറുകൾ തട്ടുന്നതോ ഭൂകമ്പം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ കാരണം കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. മുമ്പ് ഷാർക്കുകൾ കേബിളുകൾ കടിച്ചു മുറിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യനിർമ്മിതമായ അട്ടിമറികളാണ് ഏറ്റവും വലിയ ഭീഷണി. അതായത് ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷം തന്നെ. കേബിളുകൾ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും രീതിയിൽ ഒപ്റ്റിക്കൽ കേബിളുകൾ മുറിഞ്ഞാൽ, അതായത് യുദ്ധം മൂലമോ കപ്പലപകടം മൂലമോ ഭൂകമ്പം മൂലമോ ഒരു പ്രധാന കേബിൾ മുറിഞ്ഞാൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിലയ്ക്കില്ല. പകരം ഡാറ്റ മറ്റ് കേബിളുകൾ വഴി തിരിച്ചുവിടും. പക്ഷേ ഇത് ഇന്റർനെറ്റ് വേഗതയെ ഗണ്യമായി കുറയാൻ കാരണമാകും. മാത്രമല്ല, ഇത്തരം തകരാറുകൾ പരിഹരിക്കാൻ കേബിൾ ഷിപ്പുകൾ ഉപയോഗിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കേബിളുകൾ ഉയർത്തി എടുത്ത് വേണം അറ്റകുറ്റപ്പണികൾ നടത്താൻ. സാറ്റലൈറ്റ് ഇന്റർനെറ്റ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൂടാ? സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഉണ്ടെങ്കിലും കേബിളുകളെ അപേക്ഷിച്ച് അവയ്ക്ക് സ്പീഡ് കുറവാണ്. മാത്രമല്ല, ചിലവ് വളരെ കൂടുതലുമാണ്. വെതർ കണ്ടീഷനുകൾ സാറ്റലൈറ്റ് സിഗ്നലുകളെ ബാധിക്കുമെന്നതും ഒരു പരിമിതിയാണ്. ചുരുക്കത്തിൽ, ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ജീവനാഡികളാണ് ഈ കടലിലെ കേബിളുകൾ. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ പ്രശ്നമുണ്ടായാൽ ലോകത്തിന്റെ ഡിജിറ്റൽ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഇനിയൊരു മെസ്സേജ് അയക്കുമ്പോൾ ഈ കടലിലെ അത്ഭുതങ്ങളെ ഒന്ന് ഓർക്കുമല്ലോ.